ഒരു എന്താ പറയുന്ന ശവത്തെ പോലെ ജീവിക്കുന്നതിനേക്കാളും ആക്റ്റീവായിട്ട് ഒരു വർഷമെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയ അതാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് പണവും. പണം ഉള്ളപ്പോൾ തന്നെ നമ്മൾ അത് സേവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണമില്ലാത്തപ്പോ ആരും നമുക്ക് വന്ന് പണം തരുമൊന്നുമില്ല. ഇല്ലാത്തപ്പോ ചോദിച്ചാൽ കിട്ടുകയുമില്ല. അതാണ് അതിന്റെ അവസ്ഥ. അപ്പോ ഈ ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാരും വിചാരിക്കണം ഇനി ഒരിക്കലും അസുഖങ്ങളൊന്നും വരില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. എന്നാൽ നമ്മുടെ ഭക്ഷണ രീതിയെല്ലാം കറക്റ്റ് ആണോ? നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ആണോ കഴിക്കുന്നത്? എപ്പോഴെങ്കിലും അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവരും? ഇപ്പൊ ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്തുകൊണ്ടാണ് ആരോഗ്യം ഇല്ലാതായി പോണത്? നമ്മളെല്ലാം ജീവിക്കുന്ന ജീവിത രീതി ടെക്നോളജിയുടെ സഹായത്താൽ ടെക്നോളജിയെ തന്നെ നമ്മൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആരോഗ്യം കൂടുതൽ നഷ്ടമാകുന്നത്. ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം മൊബൈലിലും ടിവിയിലും കണ്ടുകൊണ്ട് ഒറ്റ ഇരിപ്പ് സ്ട്രെച്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അനങ്ങാതെ ഇരിക്കുന്നു. അനങ്ങാതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോഡി തന്നെ നമ്മളോട് പറയും നിങ്ങൾ അനങ്ങുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഭാരം കൂടുന്നു. പക്ഷെ അത് കേൾക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ പുറത്തോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിലൂടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോ നമ്മൾ ഈ ടെക്നോളജിയെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടായി. ഈ കൊറോണ വന്നപ്പോ അത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ തന്നെ വളർത്താൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടുപിടുത്തം. അപ്പൊ നമ്മള് നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്യുക തന്നെ ചെയ്യണം. അപ്പൊ ശരീരം കുറച്ച് മാത്രമേ അനങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എങ്ങനെ അനങ്ങണം, നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ BMI ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. BMI എന്താണ്? ബേസൽ മെറ്റബോളിക് റേറ്റ്. അപ്പൊ നമ്മുടെ ഹൈറ്റും വെയിറ്റും അനുസരിച്ച് നമ്മുടെ ബോഡിയിലുള്ള ഭാരം കൃത്യമാണോ എന്ന് അറിയുന്നതിനുള്ള ഒരു മാനദണ്ഡം. അത് ഗൂഗിളിൽ BMI എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റും വെയിറ്റും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഹൈറ്റിനെ നമുക്ക് സെന്റിമീറ്ററിലാക്കി കൊടുക്കണമെന്ന് മാത്രം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ഉന്മേഷ കുറവാണ് വരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിന് പണി കൊടുത്തില്ലെങ്കിൽ ബ്രെയിൻ എപ്പോഴും ടയേർഡായി പിന്നെ അത് അങ്ങോട്ട് വർക്ക് ചെയ്യാണ്ടായി പിന്നീടാണ്. അതുകൊണ്ടാണ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വേഗം അൽഷിമേഴ്സ് ഒക്കെ വന്ന് പോകാനുള്ള കാരണം. അപ്പൊ അലസത നമ്മുടെ ചെകുത്താന്റെ പടിപ്പുര എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കണം. ആക്റ്റീവ് ആകാൻ വേണ്ടി നമ്മൾ തന്നെ നമുക്ക് പണി കൊടുക്കാൻ തയ്യാറാവണം. അത് എഴുതി വെച്ച്, കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പണിയൊന്നും ഓർമ്മ വന്നില്ലെങ്കിൽ ഓർമ്മ വരുന്ന സമയത്ത് നമ്മൾ അത് എഴുതി വെച്ച് നമ്മൾ ഒരു ടാസ്ക് ആയിട്ട് ചെയ്ത് അത് എങ്ങനെയെങ്കിലും കുറച്ച് പണി ബ്രെയിനിനായിട്ട് മാറ്റി വെച്ചിട്ട് അത് ഇപ്പൊ തലേ ദിവസമാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ ആ ബ്രെയിനിൽ അത് സബ് കോൺഷ്യസ്ലി ഫീഡ് ആകും. അപ്പൊ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ബ്രെയിൻ തന്നെ അത് ഉണ്ടാക്കി തരുമെന്നാ പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ ഇപ്പം നമുക്ക് ബിസിനസിന്റെ കാര്യമാണെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കും, പിറ്റേ ദിവസം മടി പിടിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ എഴുതിയ കാര്യങ്ങൾ ഒരിക്കലും നമ്മളോട് തന്നെ ചതിയായിട്ട് ചെയ്യാതെ ഇരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ആക്റ്റീവ് ആകാനായിട്ട്. നമ്മൾ ആക്റ്റീവ് ആയില്ലെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ പോലും കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നതിന് കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അതുപോലെ നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ പ്രിവെൻഷൻ ആയിട്ട്. അതിനേതായാലും സമീർ മോദി സാർ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്നേക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ നല്ല
യൂസ്ഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണോ ആവശ്യമുള്ളത് അത് പഠിക്കാനായിട്ട് നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാം. എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതുപോലെ എല്ലാവരും ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് പഠിച്ച് യൂസ് ചെയ്താൽ മാത്രം പോരാ, അത് പഠിച്ചാല് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കാനും കൂടി, അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ മരിച്ചു പോയാലും അത് അവിടെ ഉണ്ടാകും. അപ്പൊ അതൊരു അസറ്റായിട്ട് നമുക്ക് അവിടെ ഉണ്ടാകും. അപ്പൊ അതെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ മോദി കേരളി വന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും സംസാരിക്കാനുള്ള ഞാനായി തീർന്നത്. അതിന് പ്രത്യേകം മോദി കെയറിനും മോദി കെയറിന്റെ ലീഡേഴ്സിനും നന്ദി. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്കായ ഷേപ്പ് ഷിഫ്റ്റിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടി വരുന്നതെന്ന് ഒരു ഏകദേശ ഐഡിയ കിട്ടിക്കാണും. വെയിറ്റ് എന്തുകൊണ്ട് കൂടുന്നു? വെയിറ്റ് നമ്മൾ അനങ്ങാണ്ടിരിക്കുമ്പോഴും പല പല രോഗകാരണങ്ങളാലും ഒക്കെ നമുക്ക് വെയിറ്റ് കൂടാം. അപ്പോ വെയിറ്റ് കുറയുന്ന ആൾക്കാരും ഇതുപോലെ തന്നെയാണ്. കാരണം വെയിറ്റ് അണ്ടർ വെയിറ്റ് ആയാലും അത് നമുക്ക് ദോഷം തന്നെയാണ്. അവർക്കും ഇമ്മ്യൂണിറ്റി കുറവും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരും ഇപ്പൊ വണ്ണമുള്ള ആൾക്കാരിനേക്കാളും കൂടുതൽ കൊളസ്ട്രോൾ ഉള്ള രോഗികൾ ഉള്ളത് വണ്ണമില്ലാത്തവരിലാണ്. ഇനി ഷുഗർ, ഇപ്പൊ ഡയബറ്റീസ്, ഷുഗറിന്റെ രോഗങ്ങളുള്ള ആൾക്കാരെ നോക്കിയാല് ഒരുപാട് ഷുഗറുള്ള ആൾക്കാരും പെട്ടെന്ന് ക്ഷീണിക്കാൻ ഇടയുണ്ട്. അപ്പൊ അവരും അത് ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ഇടക്കിടക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഉപയോഗിക്കുന്നുണ്ടോന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തില്ല. കുറച്ചെടുത്ത് തിന്നുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതം തന്നെ എന്നെ കാണിച്ചു തന്നു അങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന്. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മളത് ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളത് അറിയില്ല നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാകുള്ളൂ. അപ്പൊ നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റിൽ ഉള്ളത് ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷണൽ ഷേക്ക് ആണ്. അപ്പൊ നമ്മുടെ ന്യൂട്രീഷണൽ ഗ്യാപ്പ്, എന്തുകൊണ്ട് നമുക്ക് ന്യൂട്രീഷണൽ ഗ്യാപ്പ് വരുന്നു? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം ഇത് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് കാരണം അതും നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, നാവില് രുചിയുള്ള ഭക്ഷണം ഒക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത് കാരണം നമുക്ക് ആ കലോറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെയാ വണ്ണം വെക്കുന്നതെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് നമ്മൾ ചെറിയ ചെറിയ ഓരോ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമുക്ക് വണ്ണം വെക്കുന്നത്. അത് ഒരു എന്താ പറയുന്ന ഒരൊറ്റ സുപ്രഭാതത്തിൽ ആരും വണ്ണം വെച്ച് വരുന്നില്ല. എല്ലാവരും നിരന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നാണ് വണ്ണമൊക്കെ വെക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം എല്ലാവരും അവനവന്റെ റൊട്ടീൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ ഈ കാര്യം നമ്മൾ അഥവാ ഇനി വണ്ണം കുറച്ചു മെയിൻറ്റെയിൻ ചെയ്തു, അത് കൺസിസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് കൺസിസ്റ്റന്റ് ആയി നിലനിർത്താൻ ശ്രമിക്കുക. ഇനി ഷെയ്ക്കിന്റെ കാര്യം എടുത്തത്, ഷെയ്ക്കിൽ അടങ്ങിയിരിക്കുന്ന 25 എസെൻഷ്യൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ട്, പ്രോബയോട്ടിക്സ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, ഡയറ്ററി ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ ന്യൂട്രീഷൻ തരുന്നു. എൻസൈം ശരീരത്തിൽ ആവശ്യമായ എല്ലാ നമ്മുടെ എൻസൈംസ് എന്ന് പറഞ്ഞ അതിനകത്ത് എൻസൈംസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ നിന്ന് കയറുന്നത് ആ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ ആക്കി തരുന്നത് എൻസൈംസ് ആണ്. അതാണ് മെറ്റബോളൈസ് ചെയ്ത് പിന്നെ ശരീരത്തിന്റെ ഡീടോക്സിഫിക്കേഷൻ ഒക്കെ കൃത്യമായി നടത്തി DNA ഒക്കെ കോശങ്ങളുടെയൊക്കെ നിർമ്മാണം മെച്ചപ്പെടുത്തി നമ്മുടെ കോശങ്ങളുടെയൊക്കെ തകരാറുകളൊക്കെ പരിഹരിച്ച് പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി പ്രോബയോട്ടിക് എന്താണ് ചെയ്യുന്നത് നോക്കുക. അത് ഒരു നല്ല ബാക്ടീരിയ ആണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടലുകളിലും അത് ഗട്ട് ഹെൽത്ത് ആണ് തരുന്നത്. അപ്പോ അത് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ
വേഗത്തിൽ ദഹിപ്പിക്കാനായിട്ട് അത് സഹായിക്കുന്നു. അതിന്റെ കൂടെ അത് കോൺസ്റ്റിപ്പേ മലബന്ധവും ഗ്യാസ് ട്രബിൾസും എല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഇൻഫെക്ഷനെതിരെ നമുക്ക് പ്രവർത്തിക്കുന്നു. വയറും ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഹെൽത്തി ഗട്ടുള്ളവരുടെ നല്ല മൂഡായിരിക്കുള്ളൂ. അപ്പൊ അതുമൂലം നമുക്ക് ആങ്സൈറ്റി കുറയുന്നു. അതിപ്പോ നമ്മ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമുക്കൊരു തലവേദന ഉണ്ടെങ്കിൽ വയറുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. വയറ്റിലൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വയറ്റിലും കൂടി പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് രണ്ടും കണക്റ്റഡ് ആയതുകൊണ്ട് എപ്പോഴും നമ്മുടെ വയറ് വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മുടെ തലയും ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോ ബ്രെയിൻ ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോ എല്ലാവരും ഈ ഷെയ്ക്കിന്റെ ആ ഉപയോഗം മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ പ്രോട്ടീൻ ആണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. അതിൽ പീഡിക്കാസ് സ്കോർ 1 എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ക്വാളിറ്റി ആണ്. പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സോയയും വീറ്റും പീ പ്രോട്ടീനുമാണ്, വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. ഫ്ലേവർ ഒന്നും ഇല്ലാത്തതിനാൽ നമുക്ക് ഷേക്കിന്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. കാരണം മറ്റേ പ്രോട്ടീന്റെ ചോക്ലേറ്റ് മിക്സിനകത്താണ് നമ്മൾ ചോക്ലേറ്റ് മിക്സ് ആണ് അതിനകത്ത് കലക്കണമെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നും. ഈ നാച്ചുറൽ ടേസ്റ്റ് ആവുമ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ നന്നായിട്ട് നമുക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ പ്രോട്ടീൻ ഒക്കെ സഹായിക്കുന്നു. അത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, അതിനൊക്കെ സഹായിക്കുന്നു. അതുപോലെ ഇതിനകത്ത് വേറൊരു അത് 8 തരം ഫ്ലേവറിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്ട്രോബെറി, വാനില, മാംഗോ, കുൽഫി, ചോക്ലേറ്റ്, ബനാന, കോക്കനട്ട് പൗഡർ, പിന്നെ റൈസ് കീർ എന്ന് പറഞ്ഞിട്ട് അത് ഒരു അരിപ്പായസം പോലെ ഇരിക്കും, പിന്നെ രസ്മലായി. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഫ്ലേവറിൽ നമുക്കത് ഉപയോഗിക്കാൻ സഹായിക്കുന്നു. ഒരു 205 206 കലോറിയാണ് നമുക്ക് അതുകൊണ്ട് കഴിക്കുമ്പോൾ ആകെ കയറുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഫാറ്റ് ബേണർ പ്രീമിക്സ് ഉണ്ട്. ഫാറ്റ് ബേണർ പ്രീമിക്സിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, കൊടംപുളിയുടെ എക്സ്ട്രാക്റ്റും ഗ്രീൻ കോഫി ബീനും ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും പിന്നെ ജിഞ്ചറിന്റെ എക്സ്ട്രാക്റ്റും പിന്നെ ലെമൺ ഫ്ലേവറും കൂടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രീൻ ടീ കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് കുടിക്കുമ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ആണ്. അത് ഒരു നല്ല എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അത് നമ്മുടെ എനർജിയൊക്കെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ഫുഡ് ക്രേവിങ്സ് ഒക്കെ അത്രയ്ക്ക് ഇങ്ങനെ ആക്രാന്തം ഉണ്ടാവൂല ഭക്ഷണം കഴിക്കണമെന്നുള്ള. അതുപോലെ തന്നെയാണ് ഒരു ഷേപ്പ് ഷിഫ്റ്റ് ഫാറ്റ് ബേണർ ക്യാപ്സ്യൂള്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം കഴിക്കുന്നത്. ആ ക്യാപ്സ്യൂളിന്റെ അകത്തും അടങ്ങിയിരിക്കുന്നത് കൊടംപുളിയുടെ എക്സ്ട്രാക്റ്റും ഗ്രീൻ കോഫി ബീനും ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും ആണ്. ഇത് രണ്ടും നമ്മുടെ മെറ്റബോളിസം ഒത്തിരി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും മെറ്റബോളിസം കൂട്ടുന്നത് കൊണ്ട് നമ്മുടെ ഫാറ്റ് ഒക്കെ പെട്ടെന്ന് മെൽറ്റ് ആയി പോവുകയും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ എക്സർസൈസ് ചെയ്യാനും ജിമ്മിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് കുറേശ്ശെ ആയിട്ടേ പോകുള്ളൂ. അതേസമയം അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ജിമ്മിൽ പോയതല്ലേ എന്നും പറഞ്ഞിട്ട് കുറേ ഭക്ഷണം അകത്താക്കുന്ന ആൾക്കാരും ഉണ്ട്. കാരണം ജിമ്മിൽ പോയല്ലോ, പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്, പക്ഷെ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു കഴിച്ചില്ലെങ്കിൽ ആ കലോറി മുഴുവൻ അകത്തോട്ട് കയറുന്ന അവസ്ഥയാണ്. അപ്പൊ അതിന് നമ്മുടെ ഈ എന്താണ് മീൽ റീപ്ലേസ്മെന്റ് വളരെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കിന്റെ കൂടെ നമുക്ക് ഒരു ബണ്ടിൽ പാക്കാണ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷേപ്പ് ഷിഫ്റ്റിന്റെ ഒരു ട്രാക്കറും കൂടി കിട്ടും. ആ ട്രാക്കറിനകത്ത് നമുക്ക് ആദ്യത്തെ വെയിറ്റും പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കണം. ആ ഫോട്ടോസ് വെച്ചിട്ട് വേണം നമുക്ക് ആൾക്കാരോട് ടെസ്റ്റിമോണി പറയാനായിട്ട്. അതുപോലെ വെള്ളം കുടിക്കുന്ന കാര്യമാണെങ്കിലും എഴുതി വെച്ച് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നു. എനിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വീക്കിലി ഓരോ കിലോ അല്ല 1/2 കിലോ വെച്ചിട്ട് കുറയുകയാണ് ചെയ്തത്. നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞാൽ നമുക്ക് വയറിനാണെങ്കിലോ വളരെ
സ്മൂത്ത് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രബിൾ ഒരു തരി പോലും ഇല്ല. വയറ്റിൽ എന്തെങ്കിലും കഴിച്ചെന്ന് പോലും തോന്നാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായത് ഒരു മലേഷ്യൻ ടൂർ പോകാൻ ഇടയായി. അപ്പോ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരു കാര്യത്തിലും ഭക്ഷണത്തിലൊന്നും വിഷം കലർത്താനായിട്ട് സമ്മതിക്കൂല. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു എന്ന് അങ്ങനെ ഒന്നും തോന്നൂല. വയറിന് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഈ ഷേപ്പ് ഷിഫ്റ്റിന്റെ ന്യൂട്രീഷണൽ ഷേക്ക് കഴിക്കുമ്പോൾ തോന്നണത്. അത്രയ്ക്ക് എഫക്റ്റീവ് ആണ്. അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണത് നല്ലതായിരിക്കും. പിന്നെ അതിന്റെ കൂടെ ക്യാപ്സ്യൂളാണ് നമ്മൾ ഭക്ഷണ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ന്യൂട്രീഷണൽ ഷേക്ക് കഴിക്കാം. അതിന് അരമണിക്കൂർ മുമ്പ് ഫാറ്റ് ബേണർ ക്യാപ്സ്യൂൾ കഴിക്കുക. അത് കഴിഞ്ഞ് 12 മണിയാവുമ്പോൾ നമുക്ക് പ്രീമിക്സ് കഴിക്കാം. പ്രീമിക്സ് ഒരു ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ്. അതുപോലെ 4 മണിക്കും അതുപോലെ കഴിക്കാം. പിന്നെ ഒത്തിരി വണ്ണമുള്ളവരാണെങ്കിൽ രാത്രിയും കൂടി ഈ ഷേക്ക് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ഞാനൊരു കാർഡിയോ ആക്റ്റീവിനെ കുറിച്ചാണ് പറയണത്. എല്ലാവരും സെഡൻഡറി ലൈഫ് സ്റ്റൈല്, പിന്നെ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യണ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും. ടി വിയിൽ കാണുന്ന ആ ചിത്രത്തിന്റെ എഫക്റ്റും കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മൾ എന്ത് കാണുന്നു ആ സമയത്ത് ഭക്ഷണവും കഴിക്കുന്നുണ്ടെങ്കിൽ ആ കാണുന്ന എഫക്റ്റ് ആയിരിക്കുള്ളൂ നമുക്ക് കൂടുതൽ ഭക്ഷണത്തിനേക്കാളും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അത് ചവച്ചരച്ച് അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുവാണെങ്കിൽ പിന്നെ അതോടൊപ്പം ആ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്കാർക്കും എവിടുന്നാണ് വന്നത് അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ആ ഫുഡിന്റെ എഫക്റ്റ് ഒരു മടങ്ങുകൾ അധികം നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കാർഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഭയങ്കര തിരക്കിലാണ്, എക്സസൈസ് ചെയ്യാൻ നേരമില്ല, സമയമില്ലാത്തതിനാൽ നിങ്ങൾക്കറിയാമോ ഈ 42 വയസ്സുള്ള ഒരു ഡോക്ടർ 400ഓളം സർജറി, കാർഡിയാക് സർജറി ഒക്കെ ചെയ്തിട്ട് കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെട്ടിരുന്നു. അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ടായില്ല. എപ്പോഴും ഷെഡ്യൂൾ ചെയ്ത സർജറി ചെയ്തുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും ഓർമ്മയില്ല. ഭയങ്കര ഫേമസ് ആയിക്കൊണ്ട് അങ്ങനെ പോയി, പക്ഷെ കാര്യം ഉണ്ടായില്ല, മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കാർഡിയോ ആക്റ്റീവ് ഉള്ളത്. അത് നമ്മുടെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ഉപയോഗിക്കുമായിരുന്നെങ്കിൽ പോലും കുറച്ചും കൂടി എഫക്റ്റീവ് ആയേനെ. പക്ഷെ ബാലൻസ്ഡ് ഡയറ്റ് ഒന്നും കഴിക്കുന്നില്ല, കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് പണി ചെയ്യുക, ഭയങ്കര പണിയാണ്. അപ്പൊ അതിന് നമുക്ക് കൊളസ്ട്രോൾ ലെവലും ധമനികളിലുള്ള ബ്ലോക്ക് ഒക്കെ കുറയ്ക്കാനും പിന്നെ പുറത്തുള്ള പൊടിപടലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് കാർഡിയോ ആക്റ്റീവ് കഴിക്കുന്നത് നല്ലതാണ്. അതിനകത്തുള്ള ഒരു ടെർമിനാലിയ അർജുന എന്ന് പറഞ്ഞത് അത് പ്യൂരിഫൈയിങ് ആണ്, ഹൃദയത്തിന്റെ ടോണിക് ആണ്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ കുറയ്ക്കുന്നു, നമ്മുടെ ഹാർട്ട് മസിൽസിനെ എല്ലാം ഭയങ്കര സ്ട്രെങ്തൻ ആക്കി വെക്കുന്നു, സർക്കുലേഷൻ ബ്ലഡിന്റെ രക്ത ഓട്ടം എല്ലാം വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ട് BP ഒക്കെ കുറച്ച് നമുക്ക് ആ ഹാർട്ട് അറ്റാക്കിന്റെ വേദനയൊക്കെ വന്ന ചില ആൾക്കാർ വേദന വന്നവരുണ്ട്, ആ വേദനയൊക്കെ കുറച്ച് കൊടുത്ത് BP കുറച്ച് കൊളസ്ട്രോൾ കുറച്ച് ലിപ്പിഡ് അതിനകത്തുള്ള നമ്മുടെ കൊഴുപ്പുകളെയൊക്കെ ബാലൻസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടാതെ നമ്മുടെ ഓക്സിജൻ ബ്ലഡിന്റെ അകത്തുള്ള ഓക്സിജൻ ഫ്ലോ വളരെ ഹെൽത്തി ആയിട്ട് വെക്കുകയും കിഡ്നി ഫങ്ഷൻ അത് മെച്ചപ്പെടുത്തുന്നതിനാൽ നമുക്ക് ഹാർട്ടിന്റെ പ്രഷർ കുറയുകയും ചെയ്യുന്നു. അടുത്തത് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് ഗുഗ്ഗുള എന്ന് പറഞ്ഞിട്ട്. അതും അതുപോലെ തന്നെ HDL-നെയും LDL-ഉം ആ കൊളസ്ട്രോൾ ആണ്, അതിനെ സാധാരണ പരിധിക്കുള്ളിൽ നിർത്തുന്നു. അതുപോലെ എല്ലാ ടോക്സിനെയും അത്
പ്യൂരിഫൈ ചെയ്ത് നീക്കം ചെയ്യുന്നുണ്ട്. പിന്നെ തൈറോയിഡ് ആക്ടിവിറ്റി, നമ്മുടെ തൈറോയിഡ് ഒക്കെ ഉള്ള ആൾക്കാരുടെ ആക്ഷൻ ഒക്കെ കുറവായിരിക്കും. അപ്പൊ അതിന് അവരുടെ മെറ്റബോളിസം ഒക്കെ മെച്ചപ്പെടുത്താനും ആന്റി ഓക്സിഡന്റ് ആയിട്ടും ഈ ഗുഗ്ഗുള ഉപയോഗിക്കാവുന്നതാണ്. അത് അതിനകത്തുള്ളതാണ് കേട്ടോ, അതിനകത്തുള്ള കണ്ടന്റ് ആണ്. അതിനകത്ത് വീണ്ടും ഒരു കണ്ടന്റ് ആണ് അശ്വഗന്ധ എന്ന് പറഞ്ഞത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് റെജുവിനേഷൻ സ്കിന്നിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വെക്കുന്നു, സ്ട്രെസ് ഒക്കെ കുറയ്ക്കുന്നു, ഇമോഷണൽ സ്ട്രെസ്സും കുറയ്ക്കുന്നു, ക്ഷീണം കുറച്ചിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മളെ നിർത്തുന്നു. ഉറക്കമില്ലാത്തവർക്കൊക്കെ ഉറക്കം കുറച്ചും കൂടി നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരുടെ എല്ലാം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടും PCOD ഒക്കെ ഉള്ളവർക്ക് അതിന്റെ സിംറ്റംസ് ഒക്കെ കുറച്ച് വളരെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കുന്നു. പിന്നെ നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ മെമ്മറി കൂട്ടുന്നു, ഫോക്കസ് ഒക്കെ കൂടുന്നത് കാരണം കോൺസെൻട്രേഷൻ കിട്ടുന്നു, ബ്രെയിനിന്റെ സെൽസ് എല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നതിനാൽ ചിന്തകളൊക്കെ വളരെ ഷാർപ്പായിരിക്കും, ഓവറോൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പോമഗ്രാനൈറ്റ്, നമ്മുടെ മാതളനാരകം. അത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്, വിറ്റാമിൻ സി ഉണ്ട്. ആ ഫ്രീ റാഡിക്കൽസിനെതിരെ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏജിങ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. സ്കിന്നിനൊക്കെ നല്ല ഗ്ലോയും യൂത്ത്ഫുൾ ആക്കിയും വെക്കുന്നു. ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ആർട്ടറിയിലൊന്നും അടിഞ്ഞുകൂടാതെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്നു. പിന്നെ ഡൈജഷനിലാണെങ്കിൽ സ്റ്റൊമക്കിനെ നല്ല സൂത്തനാക്കി വെക്കുന്നു, കാരണം ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കുടലുകളെയൊക്കെ വെക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഹൈ ഫൈബറിനെയൊക്കെ കലോറി കുറവാക്കി അതിൽ വെക്കുന്നു. അതിനകത്ത് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കലോറിയൊക്കെ കുറവാക്കി വെക്കുന്നു, ഹെൽത്തി ഫാറ്റ് മെറ്റബോളിസം ഒക്കെ ചെയ്യുന്നു. സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ്. പിന്നെ അതിൻ്റെ അകത്ത് കൊളാജൻ അടങ്ങിയിരിക്കുന്നത് കാരണം ആന്റി ഓക്സിഡന്റ് കൊളാജൻ ആണ്. അതുകൊണ്ട് നമുക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നന്നായിട്ടിരിക്കുന്നു. മെമ്മറി ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഏജിനെ എങ്ങനെയാ കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജ് ആയ ആൾക്കാർക്ക് കുറെ ഡിഫോമിറ്റീസ് വരും, അത് വരാതെ തടയുകയാണ് ചെയ്യുന്നത്. അടുത്തത് അതിനകത്തുള്ളതാണ് ഗോട്ടുകോള എന്ന് പറഞ്ഞത്. അത് ബ്രെയിൻ ടോണിക് ആണ്. അതിന്റെ ബ്രെയിനിന്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നു, മെമ്മറിയും കോൺസെൻട്രേഷനും ക്ലാരിറ്റി ഒക്കെ കൂട്ടുന്നു. അപ്പൊ തിരക്കുള്ളവര് ഒരുപാട് പണികളൊക്കെ ഒന്നിച്ച് ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധി നന്നായി വർക്ക് ചെയ്യുകയും ക്ലാരിറ്റിയോടെ എല്ലാം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അവരുടെ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കുന്നു. നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആക്കി വെക്കുന്നു. അതിന്റെ സർക്കുലേഷൻ വളരെ ബെറ്റർ ആക്കി വെക്കുകയും നമുക്ക് വേരിക്കോസ് വെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആ വേരിക്കോസ് സ്വെല്ലിങ്സും അതിന്റെ കൂടെയുള്ള മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ അത് ഡീടോക്സിഫിക്കേഷൻ അതിനകത്തുണ്ട്. നമ്മുടെ വെയിനിലൊക്കെ ഉള്ള ശരീരത്തിൽ മൊത്തമുള്ള ടോക്സിനെ എല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് ഇൻഫ്ലമേഷനെ കുറച്ച് ലിവറിനെ വരെ ഹെൽത്തി ആക്കി വെക്കുന്നു. വാതപിത്ത ദോഷങ്ങളൊക്കെ അകറ്റാനായിട്ട് അത് സഹായിക്കുന്നു. അത് കൂടാതെ ഒരെണ്ണം കൂടി ഉള്ളതാണ് ശംഖുഭസ്മം. അത് ഹൈപ്പർ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് നെഞ്ചുരുക്കമൊക്കെ കുറയുന്നു, ഡൈജഷൻ ഒക്കെ മെച്ചപ്പെടുത്തി നമ്മുടെ ബോണിന്റെ വരെ ഹെൽത്ത് മെച്ചപ്പെടുത്തി അതിന് ബലമൊക്കെ നടത്തി പിത്തദോഷമൊക്കെ കുറയ്ക്കുന്നു. ഇത്രയൊക്കെയാണ് കാർഡിയോ ആക്റ്റീവിലുള്ളത്. അപ്പൊ കാർഡിയോ ആക്റ്റീവ് ആണ് അതുകൊണ്ട് കഴിക്കണ്ടെന്നൊന്നും വിചാരിക്കരുത്. അത് വളരെ എഫക്റ്റീവ് ആണ് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന എന്നും പറഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ടി വരില്ല. അപ്പൊ എല്ലാവരും അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റോസ മാഡം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റിനെ പറ്റി ഉള്ള കുറെ ഇൻഫോർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്തു. നമുക്ക് കിട്ടിയിട്ടുള്ള ചില സ്പെഷ്യൽ ലീഡേഴ്സിൽ ഒരാളാണ് നമുക്ക് റോസ മാഡം. കാരണം വർഷങ്ങളായിട്ട് മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും മെഡിസിനേക്കാൾ അവരെല്ലാവരും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ സപ്ലിമെന്റ്സ് ആണ്. തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡിലുള്ള ഇത്തരത്തിലുള്ള ലീഡേഴ്സ് നമുക്കൊരു അസറ്റ് ആണ്. അപ്പോൾ ഈ തിരക്കുകൾക്കിടയിലും ഇന്നത്തെ പ്രോഗ്രാമിൽ വന്ന് നമുക്ക് വേണ്ടി ഇത്തരം കാര്യം സംസാരിച്ച മാഡത്തിന്
എല്ലാവരും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ അതിനോടൊപ്പം ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ്പെഷ്യലി നമ്മുടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുന്നുണ്ട് സതി മാഡം, പ്രവീണ മാഡം, രാജലക്ഷ്മി മാഡം, യാസ്മിൻ, ഇവരൊക്കെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. വേറെ കുറെ പേരൊക്കെ ഉണ്ട്, എല്ലാവരുടെയും മുഖം എനിക്ക് കാണാൻ പാടില്ല. രണ്ടാളുകളെ സിറിൽജിയുടെ മുഖം കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തിന് സപ്ലിമെന്റ്സ് ഉപയോഗിക്കണം, എന്തിന് നല്ലൊരു ജീവിത ശൈലി ഫോളോ ചെയ്യണം എന്നുള്ളത് ഒരു ദിവസം വേണം പറഞ്ഞു അല്ലെ. നമ്മളെല്ലാവരും തന്നെ ഇൻഷുറൻസ് എടുക്കാറുണ്ട് അല്ലെ. നമ്മൾ നമ്മുടെ വീടിന് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അപ്പൊ അതേമാതിരി തന്നെ നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അപ്പൊ അതേമാതിരി നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മൾ ഫാമിലിക്ക് വേണ്ടി നമ്മൾ എന്താണ് മെഡിക്ലെയിം കൊടുക്കാറുണ്ട് അല്ലെ. ശരിയല്ലേ? അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ വാഹനത്തിന് ഇൻഷുറൻസ് മെഡിക്ലെയിം എടുത്തെന്ന് കരുതി ആ വാഹനം നമ്മൾ തീർച്ചയായിട്ടും വേണ്ട രീതിയിൽ പരിചരിക്കും അല്ലെ. വാഹനത്തിന് നമ്മൾ സർവീസ് ചെയ്യും, പെട്രോള് ഒഴിച്ചു കൊടുക്കും, അതേമാതിരി ബാക്കിയുള്ള എല്ലാം ചെയ്യും. ഇപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്നത് നമ്മൾക്ക് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് ഒക്കെ മെഡിക്ലെയിം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ആവശ്യമാണ് അല്ലെ. മെഡിക്ലെയിം ഉണ്ടെന്ന് കരുതി നമ്മൾ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുകയും ആരും നോക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. ഒരുപക്ഷെ പണച്ചെലവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഒഴിവായി കിട്ടിയേക്കാം. പക്ഷെ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള്, സമയനഷ്ടം, വീട്ടുകാരുടെ ബുദ്ധിമുട്ട്, നമ്മൾ അനുഭവിക്കേണ്ട വേദന, അതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ശരിയല്ലേ? എനിക്ക് പറയാനുള്ളത് നേരത്തെ റൂസം മേഡം പറഞ്ഞ പോലെ ആരോഗ്യമുള്ളപ്പോൾ തന്നെ ആരോഗ്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. പലപ്പോഴും സംഭവിക്കാറുള്ളത് പണം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള തിരക്കിനിടയിൽ പലരും പണസമ്പാദത്തിന് വേണ്ടി ആരോഗ്യം നഷ്ടപ്പെടുത്തി പണം സമ്പാദിക്കുന്നു. അവസാനം എന്ത് സംഭവിക്കുന്നു? ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെട്ടു പോയ അല്ലെ ആ ആരോഗ്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടി വരുന്നു. ഇത് പല ആളുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ട പരിചരണം കൃത്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ കാര്യം പിന്നെ ആര് തീരുമാനിക്കുമെന്ന് അറിയാമോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു പ്രത്യേക ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം പലപ്പോഴും ഇന്ന് കുഴഞ്ഞു വീണ മരണങ്ങളും അതേമാതിരി തന്നെ പല പല തരത്തിലുള്ള അസുഖങ്ങളും കൂടി കൂടി വരും. ഹൃദയാഘാതം പോലെയുള്ള പ്രശ്നങ്ങൾ പലതും വരുന്നുണ്ട്. ഇത്തരത്തില് നമ്മൾ വേണ്ട രീതിയിൽ നമ്മളെ നാം നോക്കിയില്ല എങ്കിൽ, ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം ആരാണ് നോക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ കാര്യം ആര് തീരുമാനിക്കുമെന്ന് അറിയാമോ? സതി വേണം, പ്രവീണ വേണം, ആര് തീരുമാനിക്കും? നാട്ടുകാർ തീരുമാനിക്കും അല്ലെ. നാട്ടുകാരായി തീരുമാനിക്കണം നമ്മളെ ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു ലോക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. തീരുമാനിക്കുന്ന ആരായിരിക്കും? നാട്ടുകാരായിരിക്കും. അവരുടെ കയ്യിലാണ് നമ്മുടെ ജീവിതം അല്ലെ. ഇനി ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ ദേഹത്ത് മേയുന്നത് ആരായിരിക്കും? ഡോക്ടർമാര് മേയും, അവർ കത്തി വെക്കും, തുന്നിക്കെട്ടും അല്ലെ. ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം വിക്രിയകളായിരിക്കും അവർ നമ്മളുടെ ദേഹത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആരോഗ്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് അതിന് ശരിയായ രീതിയിൽ നിലനിർത്തേണ്ടതും നമ്മുടെ ആവശ്യം അല്ലേ? യെസ്. അപ്പൊ അതിന് വേണ്ട ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് നമ്മളുടെ ലീഡേഴ്സ്, നമ്മുടെ കമ്പനി, നമ്മുടെ MD അല്ലെ, എല്ലാവരും നമുക്ക് വേണ്ടത് ചെയ്തു തരുന്നുണ്ട്. നമ്മളെ ആരോഗ്യം കാത്തു സൂക്ഷിച്ച് നമ്മുടെ കാര്യത്തില് മറ്റുള്ളവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാതെ അല്ലെ, നമ്മുടെ കാര്യത്തിൽ നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ ചെയ്യണം. പലപ്പോഴും ഫുഡ് സപ്ലിമെന്റ്സിന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് ഇന്നും നമ്മുടെ പല അഡ്വൈസേഴ്സും അല്ലെങ്കിൽ കൺസൾട്ടൻസും അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന നമ്മളെ റിലേറ്റീവ്സും ഇന്നും ഫുഡ് സപ്ലിമെന്റ്സിനോടൊക്കെ നോ പറയുന്ന ആൾക്കാർ, നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നത്തെ മെഡിക്കൽ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെ, നമ്മളൊരു അസുഖമായിട്ട് ഒരു ഹോസ്പിറ്റലിസ്റ്റ് ആണ സമയത്ത് വരുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സപ്ലിമെന്റ്സിന്റെ ഒക്കെ വില വളരെ വളരെ ചീപ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. ശരിയല്ലേ? പ്രത്യേകിച്ച് നമ്മൾ അഡ്വൈസേഴ്സ് ആയ ആളുകൾ നമ്മുടെ ID നമ്പറിൽ ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ടും
ബോണസും അതേമാതിരി നമ്മുടെ ബാങ്കിൽ വരുന്ന പണവും ലോയൽറ്റി പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേക്കും വളരെ വളരെ ചെറിയ ഒരു വിലയ്ക്കാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും അത് ചെയ്യുന്നവരാണ്. എസ്പെഷ്യലി പ്രോഗ്രാമിലായിരിക്കും നമ്മളെല്ലാവരും അത് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. കാരണം നമുക്ക് അതിനുവേണ്ടി ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഇനിയും അത് ഫോളോ ചെയ്യാത്ത നമ്മളുടെ വീട്ടിലെ മറ്റംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം എനിക്കും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. എന്റെ വീട്ടിൽ ഇപ്പൊ എല്ലാവരും സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളിലേക്ക് വീടുകളിലും നിങ്ങളുടെ ബന്ധുക്കളായിട്ടും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണോ? യെസ് ഓർ നോ? യെസ് സർ. ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, അവബോധം കൊടുത്ത് അവരേക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനൊക്കെ ഈ സൂം മീറ്റിംഗ് ഒക്കെ നമ്മളെ സഹായിക്കും അല്ലെ. കാരണം പണ്ടൊക്കെ നമ്മൾ പ്രോഗ്രാമുകളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കൺസൾട്ടൻസ് ആണ്. ഇതിപ്പോ സൂം പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളെയൊക്കെ നമ്മളെ പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ച് അവർക്ക് അവയർനെസ് കൊടുത്ത് അവരെയും പ്രൊട്ടക്ട് ചെയ്യണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, അവർക്ക് വേണ്ടിയും നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും അല്ലെ. അവർക്ക് വേണ്ടി നമ്മൾ പണം ചെലവാക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം മുഴുവൻ നമ്മുടെ കൈകളിലാണ്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തത് നമ്മൾ സപ്ലിമെന്റ്സ് ആയിട്ട് കഴിക്കണം, കൃത്യമായിട്ട് ഉറങ്ങണം, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം അല്ലെ. ഇതെല്ലാം ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് ഫിസിക്കലി നമുക്ക് എല്ലാവർക്കും ഫിറ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ഫിറ്റ്നസ് ഉണ്ട്. അതെന്താണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എന്താണത്? അതാണ് നമ്മളുടെ അല്ലെ മെന്റൽ ഫിറ്റ്നസ് അല്ലെ, മാനസികമായിട്ടുള്ള ഒരു സന്തോഷം. അപ്പൊ അതിനു വേണ്ടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം അല്ലെ. നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെ, അവരുമായിട്ടുള്ള വഴക്ക്, അവരോടുള്ള വെറുപ്പ് മനസ്സിൽ നിലനിർത്തുന്നതിന് പകരം വാസ്തവത്തിൽ അങ്ങനെ ഒരു വെറുപ്പ് നമ്മളുടെ മനസ്സിൽ നിലനിർത്തുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് തന്നെയാണ് അതിന്റെ ദോഷം അല്ലെ. അത്തരത്തിലുള്ള ആ ഒരു മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു മൈൻഡ് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. ഓരോരുത്തരും അവരുടെ കോൺഷ്യസ്നെസ് അനുസരിച്ച്, ബോധം അനുസരിച്ച് പെരുമാറുന്നു. അവരെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ബിക്കോസ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ മോദിക്കാൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുള്ളൂ, മോദിക്കൽ സജീവമായിട്ട് ഇതേമാതിരി പ്രോഗ്രാമുകൾ വരാറുള്ളൂ. അപ്പൊ ഫോർഗീവ്നെസ് നമുക്ക് വേണം. അതേമാതിരി തന്നെ നമ്മളെല്ലാവരും തന്നെ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി നിരന്തരമായി പരാതി പറയുന്ന ആളുകളാണ്. നമ്മളല്ല, ഒരുപക്ഷെ നേരത്തെ അങ്ങനെ ആയിരുന്നിരിക്കാം അല്ലെ, ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി പരാതി പറയുന്നവരായിരിക്കാം. പക്ഷേ നമുക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റി നന്ദി പറയാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഇവിടെ ആയിരിക്കുന്നു, നമ്മളോടൊപ്പം ഈ ഭൂമിയിലേക്ക് വന്ന എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ട്, എത്ര പേര് നമ്മൾ വിട്ടുപോയി, എത്ര പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അല്ലെ. നമ്മളിപ്പോഴും സജീവമായിട്ടിരിക്കുന്നു. അതിന് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയണം അല്ലെ. നമുക്ക് വെള്ളം കിട്ടുന്നു, ശുദ്ധജലമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഭക്ഷണത്തിന് നമുക്ക് പഞ്ഞമില്ല, ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കുണ്ട്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളിലൊക്കെ അല്ലെ ഒരു ദിവസം കൊണ്ടൊക്കെയാണ് ചില വെക്കുന്നില്ല ബിൽഡിങ്ങുകൾ, അല്ലെങ്കിൽ ഒരുപാട് നിലകളുള്ള ബിൽഡിങ്ങുകളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ഭൂകമ്പവും അതേമാതിരി ഭൂമി കുലുക്കം കൊണ്ടൊക്കെ തകർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നതിന് തന്നെ നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കണം. ശരിയല്ലേ? ഞാൻ ഇടയ്ക്ക് ഒരു കഥ പറയാറുണ്ട്. അതായത് ഒരു ട്രെയിനർ, ഒരു മോട്ടിവേഷൻ പ്രോഗ്രാമിലെ ഒരു ട്രെയിനർ ഇന്റർവ്യൂ ചെയ്യണം അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ വന്ന ആൾക്കാരോട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു പാർട്ടിസിപ്പന്റിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വലിയ ബിസിനസ്സുകാരനാണ്, എനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലൊക്കെ ബിസിനസ് ഉണ്ട്. എന്റെ ബിസിനസ് വളരെ നല്ല രീതിയിൽ എല്ലായിടത്തും നടക്കുകയും ജോലിക്കാർ കൃത്യമായിട്ട് ജോലി ചെയ്യുകയും ബിസിനസ് നന്നായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായിരിക്കും എന്നാണ് ആദ്യത്തെ ആള് പറഞ്ഞത്. അതിനുശേഷം രണ്ടാമത്തെ ഒരാളോട് അദ്ദേഹം ചോദിച്ചു, സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്റെ കൈകളെ ചലിപ്പിക്കാൻ സാധിച്ചാൽ, എനിക്ക് ആ കിടന്ന സ്ഥലത്ത് എഴുന്നേറ്റ്
2 സ്റ്റെപ്പ് വെച്ച് നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ അതീവ സന്തോഷവാനായിരിക്കും എന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞു. ശരിക്കും ഏതൊരാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ആൾ ആരായിരിക്കും? ആദ്യത്തെ ആളായിരിക്കും, രണ്ടാമത്തെ ആളായിരിക്കും? തീർച്ചയായിട്ടും രണ്ടാമത്തെ ആളായിരിക്കും അല്ലെ? പിന്നെ അതെ പറയുന്ന പോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കുമ്പോൾ, നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥന പോലെ അഫർമേഷൻ ചെയ്യുമ്പോൾ, ഭാവിയിൽ വരേണ്ട നന്മകളെ കുറിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, നല്ല സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, നല്ല സാഹചര്യങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ, മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെ, ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും? മെന്റലി ഫിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഫിസിക്കലിയും മെന്റലിയും ഫിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത്, അല്ലെ, എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള സന്തോഷമാണ്. നമുക്ക് ദുഃഖിച്ചിരിക്കാനോ പരാതി പറയാനോ പരിഭവം പറയാനോ ഒന്നും നേരം ഉണ്ടാവില്ല. ഒരു പേരോട് പറഞ്ഞിട്ട് ഈ സെഷൻ ക്ലോസ് ചെയ്യാം. അതായത് ഈ പ്രായമായ ആളുകളെ ചികിത്സിക്കുന്ന ഒരു നേഴ്സിനോട് നടത്തിയ ഒരു ഇന്റർവ്യൂയെ പറ്റി പറയുന്നുണ്ട്. അതായത് പ്രായമായ ആൾക്കാരല്ലേ, ഏറ്റവും അവസാനത്തെ സമയം, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയണം, നമ്മൾ മരിക്കാറായിരിക്കുന്ന സമയമുണ്ടല്ലോ, ഏജ് ഒക്കെ ആയി. അപ്പൊ അങ്ങനെയുള്ള ചിലരെ ചികിത്സിച്ച നേഴ്സ് പറഞ്ഞത്, അവരോട് അവസാനമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ജീവിതത്തിൽ ചെയ്യാമായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ അവസാന നിമിഷങ്ങളിൽ എന്ന് ചോദിച്ചപ്പോൾ, കാരണം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ അല്ലേ ആയിട്ട് മരിക്കാറായ ആളുകൾ ഇന്റർവ്യൂ ചെയ്തപ്പോ അതില് പലരും പറഞ്ഞതെന്ന് പറയോ, അവർ സമ്പാദിച്ച ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളെ കുറിച്ചോ ബിൽഡിങ്ങുകളെ കുറിച്ചോ കാറുകളെ കുറിച്ചോ ഒന്നുമല്ല അവർ പറഞ്ഞത്. ഒരുപാട് സമയം വെറുതെ അനാവശ്യമായി ചിന്തിച്ചും പരാതി പറഞ്ഞും നെഗറ്റീവ് പറഞ്ഞും പാഴാക്കി കളഞ്ഞു. ഒരുപാട് ബന്ധങ്ങൾ നശിപ്പിച്ചു. ഒരുപാട് ആളുകളെ വിളിക്കേണ്ട ആൾക്കാരെ വിളിച്ചില്ല. സന്തോഷപ്രദമായിട്ടിരിക്കേണ്ട ഒരുപാട് സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി, അല്ലെ? വെറുതെ അൺഹാപ്പി ആയിട്ട് പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും കുറ്റം പറഞ്ഞും മറ്റുള്ളവരുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള പരിഭവങ്ങളും പരാതികളും എല്ലാം പറഞ്ഞ് ഒരുപാട് സമയം വേസ്റ്റ്. അങ്ങനെ സന്തോഷിക്കേണ്ടിയിരുന്ന ഒരുപാട് നിമിഷങ്ങൾ വെറുതെ പാഴാക്കി കളഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് ഇപ്പോഴും മനസ്സിലാക്കി, അല്ലേ? ശരിയല്ലേ? നമ്മൾക്ക് ഒരു നേരത്തെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് സന്തോഷിക്കാനും കിട്ടുന്ന സമയങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും അനാവശ്യമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നിലവിലുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് സാധിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവാനുഗ്രഹത്താല് നമ്മളായിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും നമുക്ക് കമ്പനി ഒരുക്കി തരുന്നുണ്ട്. നല്ല വെള്ളം കുടിക്കാൻ, നല്ല വായു ശ്വസിക്കാൻ, നല്ല സപ്ലിമെന്റ്സ് ഉപയോഗിക്കാൻ, ഇപ്പൊ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ ബോഡി ഫിറ്റ് ആക്കാൻ, അല്ലെ? മീൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഷേപ്പ് ഷിഫ്റ്റ് എന്നുള്ള പേരിൽ നമുക്ക് മീൽ റീപ്ലേസ്മെന്റും ഫാറ്റ് ബേണിംഗ് ക്യാപ്സൂളും ഫാറ്റ് ബേണിംഗ് പ്രീമിക്സും പ്രോട്ടീൻ പൗഡറും എല്ലാം തന്നുകൊണ്ട് ഏറ്റവും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളെ ഫിറ്റാക്കാൻ, അതിനോടൊപ്പം നമുക്ക് വേണ്ട എക്സസൈസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഇതെല്ലാം ഇപ്പൊ കമ്പനി നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോ ഒരു മനുഷ്യന് വേണ്ട ഫിസിക്കലി, അല്ലെ, ഇമോഷണലി, മെന്റലി ഫിറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൗജന്യമായി, ഒരു കണക്കിന് പറഞ്ഞ സൗജന്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും നമുക്ക് നന്ദി പറയാം. ഇനി അവസാനത്തെ ഏതാനും നിമിഷങ്ങൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തിനാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിന് നമ്മൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എന്തിന് നമ്മളായിരിക്കുന്ന ഈ മേഖലയിൽ കുറച്ചും കൂടി ശക്തമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം, മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം, മറ്റുള്ളവരെ ലീഡ് ചെയ്യണം. നമ്മൾ ഒരുപക്ഷെ നേരത്തെ കേട്ടു പറഞ്ഞ ചില വാചകങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. പോൾ ഗെറ്റി എന്ന് പറയുന്ന, അല്ലെ, ലോക പ്രശസ്തനായിട്ടുള്ള അതിസമ്പന്നനായ വ്യക്തിയെ പറ്റി നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ പഴയ ലീഡേഴ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങളൊക്കെ പലരും പറയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു എന്താണ്, ഞാൻ എന്റെ മാത്രം 100% അധ്വാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, ഞാൻ എന്റെ മാത്രം 100% അധ്വാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം 100 പേരുടെ ഓരോ ശതമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? കാരണം എന്താണ്, നമ്മളെ മാത്രം അധ്വാനത്തെ ആശ്രയിച്ച് നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ
നമുക്ക് അധ്വാനിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ 100% ഇല്ലാതാവും, അല്ലെ? ശരിയല്ലേ? നമ്മൾ തനിച്ച് 100 രൂപ ഉണ്ടാക്കുന്നു, ജോലി ചെയ്തുണ്ടാക്കുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ 100 രൂപയും ഉണ്ട്. ജോലി ചെയ്യാൻ പറ്റാത്ത സമയത്ത് സംഭവിക്കുന്നു 100 രൂപയും ഇല്ലാതാവുന്നു. കാരണം എന്താണ്? ആ 100 രൂപ നമ്മൾ തനിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതേസമയം 100 പേരിൽ നിന്നും ഓരോ രൂപ വെച്ചാണ് കിട്ടുന്നതെങ്കിലോ, നാളെ നാം ജോലിക്ക് പോയില്ല എങ്കിൽ വെറും 1 രൂപ മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ, ബാക്കി 99 രൂപയും കിട്ടും. അപ്പൊ നമുക്ക് ഏതാണ് സുരക്ഷിതം? തീർച്ചയായിട്ടും 100 പേരുടെ ഓരോ ശതമാനത്തിൽ ആശ്രയിക്കുന്നതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അങ്ങനെയാണ്, അല്ലെ? അപ്പൊ ആദ്യകാലങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും സിസ്റ്റത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെയും സീനിയേഴ്സിന്റെയും സിസ്റ്റത്തിന്റെ എല്ലാം സഹായത്തോടു കൂടി നമുക്കൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് മാറിയിരുന്നാലും നമ്മൾ സുരക്ഷിതരാണ്. അങ്ങനെ ആ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ധാരാളം ലീഡേഴ്സ് ഈ പ്രോഗ്രാമിലുണ്ട്. എനിക്കറിയാം, സ്വന്തം ഭർത്താക്കന്മാര് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന നിരവധി വീട്ടമ്മമാര് എന്റെ മുൻപിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ സുരക്ഷിതമായ ആ ഒരു മെസ്സേജാണ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ അതുകൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു വാദ്യമുണ്ട്. നിങ്ങൾക്ക് കോടീശ്വരനാകാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്താണ്, നിങ്ങൾക്ക് റിച്ച് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ കോടീശ്വരന്മാരായ ആൾക്കാർ എന്താണോ ചെയ്യുന്നത്, എന്താണോ പറയുന്നത്, അവര് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നു. നിങ്ങൾ കോടീശ്വരനാകാൻ താല്പര്യം, കോടീശ്വരന്മാരെ അനുകരിക്കണം, അവര് പറയുന്നത് കേൾക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഒരു 90-95% ആളുകളും ഒരിക്കലും വിജയിക്കാത്ത മേഖലയിൽ അവർ അധ്വാനം, അവരുടെ സമയം, അവര് പരിശ്രമം ചെലവഴിക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അല്ലെ? ശരിയല്ലേ? ഭൂരിഭാഗം വരുന്ന ആൾക്കാരും എംപ്ലോയീസ് ആണ്, ജോലിക്കാരാണ്. അവരുടെ സമയം, കഴിവ് ഏതൊക്കെയോ മുതലാളിമാർക്കും സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവർ അടിയറ വെച്ച് കുറേയൊക്കെ ഒന്നും ഇല്ലാതെ മടങ്ങുന്ന അവസ്ഥയിലുള്ള ഭൂരിഭാഗം വരുന്ന ആൾക്കാർ. ഇപ്പൊ എന്റെ അവസ്ഥ പറയുന്നുണ്ടെങ്കിൽ, ഞാനും മോദിക്കല്ല വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളിൽ പലരും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ എന്റെ ഫാദർ അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം സാധാരണ എംപ്ലോയി ആയിരുന്നു. അവസാനം ഏജ് ആയി കഴിഞ്ഞപ്പോഴേക്കും വരുമാനം ഇല്ലാത്ത സാഹചര്യം വന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പൈസക്ക് വേണ്ടിയൊക്കെയാണ് കൈവിട്ടേണ്ടി വന്നിരുന്നത്. അപ്പൊ അതേ ജോലി തന്നെയാണ് ഞാനും ചെയ്യുന്നതെങ്കിൽ എന്റെ അവസ്ഥ അത് തന്നെയായിരിക്കും, അല്ലെ? അപ്പോൾ നമ്മുടെ വാറൻ ബഫറ്റ് പറയുന്ന ഒരു വാചകം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അത് പറയാത്ത ആൾക്കാർക്ക്, എഴുതി വെക്കാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നു, നിങ്ങളുടെ പ്രോഗ്രാമുകളിലൊക്കെ അത് ഉൾപ്പെടുത്തുക. നിങ്ങളിൽ പലരും പറയുന്നവരായിരിക്കും ലീഡേഴ്സ്. അതായത് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങൾക്ക് വരുമാനം നൽകുന്ന ആസ്തികൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ അന്ത്യശ്വാസം വരെ നിങ്ങൾ പണിയെടുക്കേണ്ടി വരും, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഒരു ജെനുവിൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണലിനെ സംബന്ധിച്ച് കുറച്ചു കാലത്തെ അധ്വാന ഫലമായിട്ട് അവർക്ക് ഇതിലൂടെ നിരവധി ആസ്തികൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിൽ മാത്രം ആശ്രയിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇതൊരു പ്രൂവൺ സിസ്റ്റമാണ്. കോടീശ്വരനാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോടീശ്വരന്മാരായ ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യണം. ഇവിടെ നമുക്ക് മുമ്പേ പോയ ആളുകൾ വിജയിച്ചവരാണ്. ആ വിജയിച്ച ആളുകളുടെ പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കല്ലുകളും മുള്ളുകളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറത്ത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളുടെ ഓരോ ചുവടുകൾക്കും കൂടുതൽ ശക്തി തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോൾ ഗിറ്റിയുടെ ആ 2 ആപ്തവാക്യങ്ങളും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ ഒരു സ്ഥലത്താണ്. ഇനി അതേമാതിരി തന്നെ റോബർട്ട് കിയോസാക്കിയുടെ ESBI ഫോർമുല നമ്മളെല്ലാവരും ഫോളോ ചെയ്യാറുണ്ടല്ലേ? റോബർട്ട് കിയോസാക്കിക്ക്, അല്ലെ, 2 പിതാക്കന്മാരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന ഫേമസ് ആയിട്ടുള്ള പുസ്തകം നമ്മളെല്ലാവരും വായിക്കാറുണ്ട്. അതിലെ ESBI ഫോർമുലയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ റോബർട്ട് കിയോസാക്കിയുടെ 2 പിതാക്കന്മാരുടെയും അവസാന സമയം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ ചില മീറ്റിങ്ങുകളിലൊക്കെ പറയാറുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പറയട്ടെ, പ്രവീണ മേഡം, സതി മേഡം, സിരിൽജി. അതായത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം, ഒന്നും കൂടി ഓർപ്പിക്കുക, എന്തിന് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് കുറച്ചും കൂടി തീവ്രമായിട്ട് ചെയ്യണം. അതായത് അവസാന സമയത്ത് 2 പിതാക്കന്മാരും മരിച്ചു, അല്ലെ? പോൾഗേറ്റി അല്ല, നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ 2 പിതാക്കന്മാരും മരിച്ചു. അത് ജോലിയെ പ്രോത്സാഹിപ്പിച്ച, എംപ്ലോയ്മെന്റിനെ പ്രോത്സാഹിപ്പിച്ച, അല്ലെങ്കിൽ ജോലിയെയും പെൻഷനെയും എല്ലാം പ്രോത്സാഹിപ്പിച്ച അദ്ദേഹത്തിന്റെ പൂവർ ഡാഡ്, വിദ്യാസമ്പന്നനായ, ജോലിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വിദ്യാസമ്പന്നനായ പിതാവ് നിരവധി കടങ്ങളും ബാധ്യതകളും എല്ലാം നീക്കി വെച്ചിട്ടാണ് ഈ ഭൂമി വിട്ടുപോയത്, അല്ലെ? ശരിയല്ലേ?
കാരണം അദ്ദേഹം ജോലിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, പെൻഷനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, അല്ലെ? അദ്ദേഹം ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പൊ അതേസമയം അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന, എന്നാൽ പണത്തെ ഇഷ്ടപ്പെട്ടിരുന്ന, പണത്തിന്റെ കളകൾ ഇഷ്ടപ്പെട്ടിരുന്ന, ആസ്തികൾ സൃഷ്ടിക്കാൻ വേണ്ടി പ്രയത്നിച്ച, ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത, ഓണ്ടർപ്രണർഷിപ്പിനെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ്, വിദ്യാഭ്യാസം കുറഞ്ഞ റിച്ച് ഡാഡിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം ധാരാളം പണം ദാനം ചെയ്തു, ധാരാളം ആസ്തികൾ സൃഷ്ടിച്ചു, സ്കൂളുകളും കോളേജുകളും ഒക്കെ സൃഷ്ടിച്ചു. അടുത്ത തലമുറയ്ക്കും അതിനടുത്ത തലമുറയ്ക്കും വരെ ജീവിക്കാൻ ആവശ്യമായ ആസ്തികൾ സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് ഇവിടം വിട്ടു പോയത്. നമുക്ക് മുമ്പേ ഉള്ള പാഠങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാര് ചെയ്യുന്ന പോലെ ജോലി ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു ബാധ്യത ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാം. അല്ലെങ്കിൽ രണ്ടാമത്തെ പിതാവ് ചെയ്ത് അദ്ദേഹം റിച്ച് ഡാഡ്, അതായത് വിദ്യാഭ്യാസം ഇല്ലായെങ്കിലും സംരംഭകത്തെ പ്രോത്സാഹിപ്പിച്ച, ടീം വർക്കിനെ പ്രോത്സാഹിപ്പിച്ച, നെറ്റ്വർക്കിനെ പ്രോത്സാഹിപ്പിച്ച, അസറ്റ് ക്രിയേഷൻ സഹായിച്ച അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡിനെ ഫോളോ ചെയ്യാം. നമ്മൾ ദൈവാനുഗ്രഹത്താൽ വന്നിരിക്കുന്നത് റിച്ച് ഡാഡിന്റെ സിസ്റ്റത്തിലാണ് അല്ലെ? എംപ്ലോയ്മെന്റിനെ അല്ല, നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതില് നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതിനെല്ലാം മറികടന്ന് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ധാരാളം സൗകര്യങ്ങൾ നമുക്ക് കമ്പനി ചെയ്തു തരുന്നുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും വിജയിച്ച ആളുകളുടെ പാതകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ തയ്യാറാക്കുകയുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവും. പുതിയ മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്ലാൻ ശരിക്കും നമ്മളോട് പറയുന്നത് നമ്മൾ പുതിയ പുതിയ ധാരാളം സ്പോൺസറിങ്ങുകൾ നമ്മൾ നടത്തണം. ഒരിക്കലും നമ്മുടെ കൂടെ വന്നിട്ട് പ്രവർത്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളെ നോക്കി ഇരിക്കാതെ നമ്മൾ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തി. കാരണം നമ്മളെല്ലാവരും ലീഡേഴ്സ് ആണ്, നമ്മളെല്ലാവരും ഡ്രൈവേഴ്സ് ആണ്. നമ്മുടെ വാഹനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീം ലീഡേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെ പേഴ്സണലി കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ 10-28 വർഷമായിട്ട് ഒരിക്കലും പോലും കിട്ടിയിട്ടില്ലാത്ത നേട്ടങ്ങൾ, വരുമാനങ്ങളെല്ലാം കമ്പനി ഇപ്പോൾ തരാൻ തയ്യാറാണ് അല്ലെ? ഷെയറിംഗ് ബോണസ് ആയിട്ടും ട്രിപ്പിൾ പവർ ബോണസ് ആയിട്ട് അങ്ങനെ നമ്മൾ സ്വന്തം കാര്യം കൃത്യമായിട്ട് നോക്കാൻ കഴിയുന്നു. അതിനോടൊപ്പം ടീമിനെ സഹായിക്കാൻ കഴിയുന്നു. പണ്ടത്തെ കാരണന്മാരെ പറയുന്ന പോലെ തനിക്ക് താനും പുരയ്ക്ക് തൂണെന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും അതിനോടൊപ്പം ടീമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ മാർക്കറ്റിംഗ് പ്ലാനൊക്കെ മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം കമ്പനി തരുന്ന ഓഫറുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മൾ സൂം മീറ്റിങ്ങുകളിൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുക. അതേപോലെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളിലൊക്കെ പരമാവധി നമ്മൾ ടീമിനെ പങ്കെടുപ്പിക്കുക. മെമ്മറി ജോഗറൊക്കെ റിഫ്രഷ് ചെയ്ത് പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് 8:55 നന്ദകുമാർ സാറ് യാത്രയിലാണ്, ട്രെയിനിലാണെന്ന് പറഞ്ഞു. റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ലീഡേഴ്സിന് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ നന്ദകുമാർ സാറിന്റെ അസാന്നിധ്യത്തിലും സത്യ മാഡത്തിനും അതേമാതിരി തന്നെ പ്രമീണ മാഡത്തിനെക്കാളും 1-2 മിനിറ്റ് സംസാരിക്കാം. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ കേൾക്കാം. ഒരു മിനിറ്റ് സംസാരിക്കാം. സത്യ മാഡം, പ്രവീണ മാഡത്തിനൊക്കെ എനിക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. വേറെ ലീഡേഴ്സൊക്കെ അറിയുന്ന അറിയില്ല. നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ സ്പീച്ച് പ്രതീക്ഷിക്കുന്നു. 1 മിനിറ്റ് 2 മിനിറ്റ്. വെൽക്കം സത്യ മാഡം. താങ്ക് യു ജോയ് സാർ. നമുക്കിന്ന് നല്ലൊരു സ്പെഷ്യൽ ട്രെയിനിങ് ആണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പോ ആദ്യം തന്നെ ട്രെയിനിങ്, ആദ്യത്തെ പ്രൊഡക്റ്റ് ട്രെയിനിങ് അല്ലെ? മാഡത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. റൂസോ. ഓക്കെ. അപ്പോ മാഡം വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു, നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. കാരണം നല്ല ആധികാരികമായി എന്ന് പറയാം, ആധികാരികമായി തന്നെ സംസാരിച്ചു. നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റ് എങ്ങനെ, എന്തിനു വേണ്ടി ഉപയോഗിക്കണം, അല്ലെ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ അതൊക്കെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ജോലി സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും അല്ലെ പല പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ജോലി സാർ എപ്പോഴും നമുക്ക് പറഞ്ഞു തരാറുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ ആണ്
സാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മോദി കെയർ അവസരത്തിലൂടെ നല്ലൊരു വിജയം കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ജോളി സാറ്. പല ട്രിപ്പുകളിലും സാറിന്റെ കൂടെ പോകാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല അവസരത്തിലും നമുക്ക് പല വേദികളിലും കാണാനും അതേപോലെ എന്ത് കാര്യങ്ങളായാലും അന്വേഷിക്കാനും സംശയങ്ങൾ തീർക്കാനും ഒക്കെ സാറ് വളരെയധികം സഹായിക്കാറുണ്ട്. അപ്പൊ നല്ലൊരു ലീഡർഷിപ്പിനുടമയായ നമ്മുടെ ജോളി സാറ് നമുക്ക് തന്ന ഈ ഒരു മോട്ടിവേഷൻ നമുക്ക് നല്ലൊരു വിജയത്തിനായി വഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഈ ഒരു ബിസിനസ്സിലൂടെ നല്ലൊരു വിജയം സാറിനും അതുപോലെ മാഡത്തിനും അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സാദി മാഡം, താങ്ക് യു. പ്രവീണ മാഡം ഒരു മിനിറ്റ് സംസാരിക്കാം ആണെങ്കിൽ. എന്നെപ്പറ്റി ക്ലാസിനെ പറ്റി ഒന്നും പറയണ്ട, നമ്മുടെ ടീമിന് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ കൊടുത്താൽ മതി. നല്ല ട്രെയിനിങ് ആയിരുന്നു. രണ്ടുപേരും നല്ല സൂപ്പറായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു എന്താ പറഞ്ഞ പ്രോത്സാഹനം കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് ഇന്ന് കേട്ടത്. അപ്പൊ മാഡത്തിന്റെ ആ ഒരു അറിവ് നമുക്ക് കൂടെ പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് നമ്മളെ ബിസിനസ്സിലും നമ്മളെ നന്നായിട്ട് സഹായിക്കും. മാത്രമല്ല നമ്മളെ ജീവിതത്തിലും നമുക്ക് ഒരുപാട് അറിവ് കിട്ടാനുള്ള നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. പിന്നെ സാറിന്റെ കാര്യം സതീച്ച് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നന്നായിട്ട് എല്ലാ ഏത് ക്ലാസ്സിലും സാറിന്റെ ആ ഒരു എന്താ പറയണ്ടേ ഉദാഹരണത്തല്ലേ ഒരു കഥയിൽ കൂടെ നമുക്ക് കാര്യങ്ങള് അറിവ് തരുന്ന ഒരു രീതിയിലുള്ള പ്രസന്റേഷൻ വളരെ ഭംഗിയാന്ന്, കേൾക്കാനും ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ ശരിക്കും ചൊവ്വയും ശനിയും ഈ 2 ദിവസത്തെ ക്ലാസ് നല്ല ഉപകാരപ്രദമായ ക്ലാസ്സുകൾ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നത് വലിയൊരു താങ്ക്സ് പറയാണ്. അപ്പൊ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഈ ട്രെയിനിങ് നല്ല ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ക്ലാസ് ആണ്. അപ്പൊ സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു പ്രവീണ മാഡം. അതിനോടൊപ്പം നമ്മളെ ഇവിടെ വീഡിയോയിലുള്ള സിനിൽ സാറ്, രാജലക്ഷ്മി മാഡം, ജാസ്മിൻ മാഡം, റിനി മാഡം, പിന്നെ അശോകൻ സാറ്, ജയപ്രകാശൻ സാറ്, ശാന്ത MK, ലക്ഷ്മി മാഡം. ലക്ഷ്മി മാഡം നമുക്കിപ്പോ അടുത്ത തവണ സംസാരിക്കാം അല്ലെ? 9 മണിയായിട്ടുണ്ട്. ലക്ഷ്മി മാഡം നമ്മുടെ വളരെ പ്രിയപ്പെട്ട ലീഡറാണ്. ഞാൻ ലക്ഷ്മി മാഡത്തിന് ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ എന്തായാലും 9 മണിയായി. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. Good night. Good night. ഗുഡ് നൈറ്റ്.